ഹദീസിൽ പറയുന്നുണ്ടല്ലോ, നിന്റെ സഹോദരൻ ദ്രോഹിയാണെങ്കിൽ പോലും നീ അവന്റെ കൂടെ തന്നെ നിൽക്കണം. ഉൻസുർ അഹാക ലാലിമൻ ഔ മദ്ലൂമൻ, നിന്റെ സഹോദരനെ നീ സഹായിക്കണം. നിന്റെ സഹോദരനെ അവൻ അക്രമിയായിരിക്കുന്ന അവസ്ഥയിലും ആക്രമിക്കപ്പെടുന്ന അവസ്ഥയിലും സഹായിക്കണം. നിന്റെ സഹോദരൻ ദ്രോഹിയാണെങ്കിലും ദ്രോഹിക്കപ്പെടുന്നവനാണെങ്കിലും നീ അവനെ സഹായിച്ചുകൊള്ളുക. അനുചരർ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതനെ, ദ്രോഹിക്കപ്പെടുന്നവനെ സഹായിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, എന്നാൽ ദ്രോഹിയെ ഞങ്ങൾ എങ്ങനെ സഹായിക്കും? പ്രവാചകൻ പറഞ്ഞു, അവന്റെ അക്രമത്തിൽ നിന്ന് അവനെ തടയുകയും അവന്റെ അക്രമത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുകയും ഏതൊരു അക്രമമാണോ അവന് നടത്തിയത് അതിന് തുല്യമായ ആക്രമിക്കപ്പെടുന്നവന് നീതിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കാനും അവന് വേണ്ടി നീതി ഉറപ്പുവരുത്താനുമുള്ള പരിശ്രമത്തിൽ നിങ്ങൾ ഏർപ്പെടണം. നബി അരുളി, ദ്രോഹിയുടെ രണ്ട് കൈകളും പിടിക്കുക, ദ്രോഹിക്കുന്നതിൽ നിന്നും അവനെ തടയുക. അതുകൊണ്ട് നിഷ്പക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷമില്ല, നീതിയുടെ പക്ഷമേ ഉള്ളൂ. അക്രമം അപ്പുറം ഇപ്പുറം അതിന് നടുവിൽ എന്നൊരു പക്ഷമില്ല. സത്യത്തിന്റെയും അസത്യത്തിന്റെയും പക്ഷത്തിൽ സത്യത്തിന്റെ പക്ഷത്തോടൊപ്പം നിങ്ങൾ ചേരണം. നീതിയുടെയും അനീതിയുടെയും പക്ഷത്തിൽ നിങ്ങൾ നീതിയുടെ പക്ഷത്ത് ചേരണം. അല്ലാത്ത പക്ഷം കൊല്ലപ്പെട്ടവനെ കുറിച്ച് മറന്നുകൊണ്ട്, അവന്റെ കുടുംബത്തെക്കുറിച്ച് മറന്നുകൊണ്ട്, ഇന്ത്യയിലെ വിഷവംശീയത അതല്ലെങ്കിൽ അതിന്റെ കരാളത നക്കിത്തുടച്ച മനുഷ്യ ജീവിതങ്ങളെ മറന്നുകൊണ്ട് അവരുടെ നീതി ഉറപ്പുവരുത്തുന്ന ജനാധിപത്യ പ്രക്രിയകളെ അവഗണിച്ചുകൊണ്ട് നമുക്ക് നീതിയെക്കുറിച്ച്, സൗഹാർദ്ദത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.